അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഗ്രൂപ്പിൽ ചർച്ച കുറെ കേട്ടു, കുറെ കണ്ടു, കുറെ ഇതായി. ഞാൻ ഇഷ്ടത്തിലുള്ള ആൾക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരും ജിന്നിനെ വിളിക്കുന്ന ആൾക്കാരല്ല, ജിന്നോട് സാധനം ചോദിക്കുന്ന ആൾക്കാരല്ല. ഒരിക്കലും മുജാഹിദികൾ ഒരിക്കലും ജിന്നോട് സാധനം ചോദിക്കുകയും ചെയ്യില്ല. പക്ഷെ നിങ്ങൾ എന്തിനാണ് അതിനു വേണ്ടി വാദിക്കുന്നത്? എനിക്ക് ചോദിക്കാനുള്ള ഇത്ര മാത്രം. നിങ്ങൾ ആ ജിന്നിന് വേണ്ടി എന്തിനാണ് വാദിക്കാൻ നിൽക്കുന്നത്? ജിന്ന് ഭൗതികമാണ്, അഭൗതികമാണ്, മറ്റത് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാദിക്കാൻ നിൽക്കുന്നല്ലോ. എന്താണ് അതിൽ നിങ്ങൾക്കുള്ള നേട്ടം എന്താണ്? നിങ്ങൾ ആരും കൂട്ടത്തിൽ ആരും പറയുന്നില്ല ജിന്നോട് സാധനം ചോദിക്കാനും പറയുന്നില്ല, സാധനം ചോദിക്കണമെന്ന് പറയുന്നില്ല, ചോദിക്കേണ്ടതാണെന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ എന്തെങ്കിലും ജിന്നിന്റെ വിഷയം പറയുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി വാദിക്കാൻ വരുന്നു. അതെന്തുകൊണ്ട്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ഇവിടെയുള്ള ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്ന് പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ലാഹ്. കാരണം ജിന്നോട് സാധനം ചോദിക്കുക ഷിർക്കാണല്ലേ, ഷിർക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ വിഷമം വരുന്നത്? നിങ്ങൾ അതിന്റെ ആൾക്കാരുമല്ല, നിങ്ങൾ ആരും സാധനം ചോദിക്കുന്ന ആൾക്കാരുമല്ല. പക്ഷെ ജിന്ന് അബോധികമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമാണ്. നിങ്ങൾ അതിനു വേണ്ടി വാദിക്കാൻ വരുന്നു. ജിന്നിനോട് സാധനം ചോദിക്കും ഷിർക്കാണെങ്കിൽ എങ്ങനെ ഷിർക്കാവും? അങ്ങനെ അള്ളാഹ് ചോദിച്ചാൽ അതുപോലെ അള്ളാഹ് ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നേട്ടം? ഇതിനു വേണ്ടി വാദിക്കാനുള്ള കാരണം എന്ത്? അതൊന്ന് പറഞ്ഞു തരണം ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും ഗ്രൂപ്പിലെ എല്ലാവരോടും കൂടിയിട്ടുള്ള വോയിസാണത് ഇൻഷാ അല്ലാഹ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരന്മാരെ, ഇവിടെ ഒരു കേന്ദ്രം പ്രവർത്തകന്റെ ഒരു ചോദ്യം ഇവിടെ കേൾക്കാനിടയായി. പിന്നെ വിശ്വം പ്രവർത്തകർക്ക് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥിക്കണമെന്നോ പ്രാർത്ഥിക്കേണ്ടതാണെന്നോ പ്രാർത്ഥിച്ചാൽ തെറ്റില്ലെന്നോ കുറ്റമില്ലെന്നോ സഹായം ചോദിക്കാമെന്നോ ചോദിക്കേണ്ടതാണെന്നോ തേടിയാൽ തെറ്റില്ല കുറ്റമില്ല, ഇങ്ങനെ ഇജാതി വാദങ്ങളൊന്നും നിങ്ങൾക്കില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനിങ്ങനെ വേണ്ടി വാദിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. വളരെ നല്ല പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പൊ ഞാൻ അതിനൊരു വിശദീകരണം പറയാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ സുഹൃത്തിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ജാതി പദപ്രയോഗങ്ങളിലൂടെയാണ് ഈ പ്രസ്ഥാനത്തിൽ ഈ ഫിത്ന കടത്തിക്കൊണ്ടുവന്നത്. KNM 2012 ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന ഒരു പുതിയ ഇസവുമായി ഇവിടെ ഒരു പുതിയ ആളുകൾ, കുറച്ച് ആൾക്കാർ വന്നു എന്നും, പിന്നെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്ന് ചർച്ച നടത്തിയെന്നും, പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല, തകരാറില്ല, പ്രാർത്ഥിച്ചാൽ ശിർക്കില്ല, അതേപോലെ സഹായം തേടാം, തേടിയാൽ കുറ്റമില്ല, കുഴപ്പമില്ല, തേടിയാൽ അനുവദനീയമാണെന്ന് ഒരു വിഭാഗം പറയുന്നു എന്നൊക്കെ വ്യാജ ആരോപണങ്ങൾ വ്യാപകമായി ഒന്നിനു പുറകെ ഒന്നായി നെറ്റിയിൽ തഴമ്പുള്ള ആളുകൾ, വിശിഷ്യ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ സത്യം മാത്രം പറയണമെന്ന് പഠിപ്പിച്ച നല്ല ഇഖ്ലാസും ഈമാനുമുള്ള ആളുകൾ സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കുമ്പോൾ സാധാരണക്കാർ അതങ്ങ് വിശ്വസിച്ചു. അങ്ങനെ ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഛിദ്രതയും ഭിന്നിപ്പും ഉണ്ടാക്കി. ഇത് 2012 ഉണ്ടായ സംഭവമാണ്. തെളിവുകൾ ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അതെന്തിനായിരുന്നു അങ്ങനെ പ്രചരിപ്പിച്ചത് എന്നത് നിങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തോടൊന്ന് ചോദിച്ച്, ഈ സഹോദരന്മാർക്കിടയിൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഇങ്ങനൊന്നും ഇല്ല അവർക്ക് വാദമില്ല എന്ന് പറഞ്ഞ സഹോദരന്മാരോട് നിങ്ങൾ എന്തിനാണ് ഈ അനീതി കാണിച്ചത്, ഈ അക്രമം കാണിച്ചത്, ഈ കളവ് ആരോപിച്ചത്? എന്തിനായിരുന്നു? നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരിൽ എന്തിനായിരുന്നു ഇങ്ങനെ ആരോപിച്ചത് എന്ന് നിങ്ങൾ തന്നെ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അത് ചോദിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി സുഹൃത്തിനോട് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി അടുത്ത വോയിസ് പറയാം. അപ്പോൾ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗം, നിങ്ങൾ പിന്നെ ഇങ്ങനൊന്നും വാദമില്ല, അത് ചോദിക്കാമെന്നോ ചോദിക്കേണ്ടതാണെന്നോ ചോദിച്ചാൽ കുറ്റമില്ല കുഴപ്പമില്ല എന്നൊന്നും നിങ്ങൾക്ക് വാദമില്ല, ശരി, അതിരിക്കട്ടെ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ജിന്നിനു വേണ്ടി വാദിക്കുന്നത് എന്ന് അഞ്ചമ്യത്തിനോ പറഞ്ഞതുപോലെ പറഞ്ഞാൽ പോരെ എന്നായിരിക്കും സുഹൃത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഏതായിരുന്നാലും ആ ചോദ്യത്തിന്റെ പിന്നെ പ്രസക്തി മനസ്സിലാക്കി ആ വിഷയത്തിൽ എന്താണ് നമ്മുടെ നിലപാട് എന്ന് സുഹൃത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ നസീഹത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന് സൃഷ്ടികളിൽ ആരോപിക്കൽ വരുമ്പോഴാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ വരുന്നത്. അല്ലാത്ത കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് പറയാൻ പറ്റൂല. സൃഷ്ടികളിൽ ആർക്കും സൃഷ്ടികൾക്ക് വിട്ടുകൊടുത്ത ഒരു കഴിവ്, സൃഷ്ടികളുടെ പ്രത്യേകത, ആ സൃഷ്ടികളുടെ ന്യൂനതകളൊന്നുമില്ലാത്ത സൃഷ്ടാവിന്റെ അന്യൂനമായ പിന്നെ സവിശേഷതകൾക്ക് വിഘാതമാകുന്ന തലത്തിൽ സൃഷ്ടികളുടെ സിഫത്ത് സൃഷ്ടാവിലേക്ക് ആരോപിക്കാൻ പാടില്ല. സൃഷ്ടാവിന്റെ സിഫത്ത് സൃഷ്ടികളിലേക്ക് ആരോപിക്കുന്നത് പോലെ അപകടമാണ് സൃഷ്ടികളുടെ സിഫത്ത് സൃഷ്ടാവിലേക്ക് ആരോപിക്കലും. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വായിൽ തോന്നിയതിനനുസരിച്ച്, നമ്മുടെ നാവിന് ശരി തെറ്റും തോന്നുന്നതിനനുസരിച്ചിട്ട് നമ്മളെന്ത് ഹലാല് ഹറാമ് പിന്നെ തൗഹീദ് ശിർക്ക് എന്നിങ്ങനെ പറയാൻ പറ്റൂല. അത് ആർക്കെങ്കിലും ശൂറ കൂടി തീരുമാനിക്കാവുന്ന ഒരു വിഷയമല്ല തൗഹീദും ശിർക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ വിഷയം വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. നാളെ പരലോകത്ത് അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിന്റെ ആ ഭയാനകമായ ശിക്ഷയെ ഭയന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ മഹത്വത്തിന് നിരക്കാത്തൊരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറയണം എന്ന് ഏത് ജമിയത്തുൽ ഉലമ കൂടി ആലോചിച്ച് പറഞ്ഞാലും നമുക്കത്
അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തത്? നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون متاع قليل ولهم عذاب أليم. അതിന്റെ ആശയം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് കൃത്യമായി അറിയാലോ. ഏതായിരുന്നാലും നിങ്ങളുടെ നാവുകൾക്ക് കള്ളമായി തോന്നുന്നത് പോലെ ഇത് ഹലാൽ ഇത് ഹറാം എന്ന് നിങ്ങൾ പറയരുത്. അതുവഴി നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവൻ വിജയിക്കുകയില്ല. തുച്ഛമായ സുഖാനുഭവമാണ് അവർക്കുള്ളത്, എന്നാൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തെ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ചേരാത്തൊരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറയണം എന്ന് പറയുന്നതും ഇപ്പോ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയാത്തത്. ഇവിടെ എന്താണ് വിഷയം? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുന്ന ഒരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിന്റെ ഉടമ ആരാണ്? അള്ളാഹു ആണെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അള്ളാഹു ആണെന്ന് കരുതാൻ പറ്റൂല. പിന്നെയോ അത് മനുഷ്യനാണെന്ന് കരുതാം. ആ മനുഷ്യനാണെന്ന് കരുതേണ്ടിടത്ത് അള്ളാഹു ആണെന്നൊരാൾ കരുതിയാൽ അത് അള്ളാഹുവിനെ സൃഷ്ടികളിലേക്ക് കീഴ്ത്തലല്ലേ? അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിനെ മുറപ്രകാരം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയോ? ഇല്ലല്ലോ. അപ്പൊ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന നേരത്ത് തൊട്ടടുത്തൊരു ശബ്ദം ഉണ്ടാക്കി, ശബ്ദം നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന ശബ്ദം, ആ ശബ്ദത്തിന്റെ ഉടമയെപ്പറ്റി മനുഷ്യനാണെന്ന് കരുതുന്നതിന് പകരം മനുഷ്യതര സൃഷ്ടിയായ വല്ല ജിന്നോ മലക്കോ ആണ് എന്നൊരാൾ ധരിച്ചാൽ തന്നെ, ധരിക്കണമെന്നല്ല, ധരിക്കേണ്ടതാണ് എന്നല്ല, അങ്ങനെ വിചാരിക്കാമെന്നല്ല, വിചാരിച്ചാൽ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറയരുതേ എന്നാ പറഞ്ഞത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വിളിയോ ചോദ്യമോ പ്രതീക്ഷയോ അതിലില്ല. കാരണം എന്താ? സാധാരണ മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യത്തിന് വേണ്ടി, സൃഷ്ടിയുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ചോദ്യമേ അവിടെ വരുന്നുള്ളൂ. അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതീക്ഷ അവിടെ വെക്കുന്നുള്ളൂ. അല്ലാതെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പ്രതീക്ഷ അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വിളിയിൽ ശിർക്കുമില്ല എന്നാണ് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത്. ആ യാഥാർത്ഥ്യത്തെ മണ്ണിട്ട് മൂടാൻ ഏതൊക്കെ ഉലമാ സംഘടനകൾ വന്നാലും അള്ളാഹുവിന്റെ കോടതിയിൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് പറയുന്നവൻ അള്ളാഹുവിന്റെ ഔന്നിത്യത്തിനും മഹത്വത്തിനും നിരക്കാത്ത വളരെ ഗുരുതരമായ അപരാധം അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമക്കുകയാണ് എന്ന ബോധം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കത് പറയാൻ സാധിക്കാത്തത്. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും ഹക്കിനോടൊപ്പം ഉറച്ചു നിൽക്കുവാനും സർവശക്തി നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.